അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തോടൊപ്പം തന്നെ ചേർത്ത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജൈവ കൃഷിയുടെ ഒരു അപ്രഖ്യാപിത ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കൊണ്ട് അങ്ങ് മാറുകയായിരുന്നു. അദ്ദേഹത്തെ രൂപപ്പെടുത്തുകയായിരുന്നു. നമ്മളൊക്കെ അടുത്തിടെ പോലും ഒരു പുരസ്കാരദാന ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടന്നു. അന്ന് നമ്മളൊക്കെ ഇവിടെ വന്നതാണ്. അന്നും നമ്മൾ കണ്ടതാണ്. നേരത്തെ സുജയ് പറഞ്ഞിരുന്നുവല്ലോ, അദ്ദേഹം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ സംസാരിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുകയായിരുന്നു. ആ പ്രയാസപ്പെടുന്ന സമയത്തും എത്ര സർക്കാസ്റ്റിക്കായാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങളെ വളരെ സസൂക്ഷ്മം അത് വിലയിരുത്തിയിട്ട് വളരെ ആലോചിച്ചുറപ്പിച്ചുള്ള മറുപടികളാണ്. ഏറ്റവും ഒടുവിൽ പോലും ഏതാണ്ട് 1 മാസത്തിന് മുൻപ് പോലും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ഇത്തരത്തിൽ സംസാരിച്ചതാണ്. എല്ലാ കാലവും അദ്ദേഹത്തോടൊപ്പം പ്രിയ പത്നി, പ്രണയിനിയായും ഭാര്യയായും ഒക്കെ കൈപിടിച്ച് എന്നും കൂടെ ഉണ്ടായിരുന്ന വിമല അപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അന്ന് പറയാൻ പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് വച്ച് വിമല പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ ബന്ധപ്പെടുമ്പോഴും അദ്ദേഹത്തിലെ അവസാനിച്ചിരുന്നില്ല. എത്ര സരസമായി, എത്ര സർക്കാസ്റ്റിക്കായാണ് അദ്ദേഹം ഓരോ ചോദ്യങ്ങളോടും പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇവിടെ നിന്ന് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഡയാലിസിസിനായി പുറപ്പെടുന്ന സമയത്തും ആ രോഗം അദ്ദേഹത്തെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്ന അവസാന കാലത്തും അദ്ദേഹം നർമ്മബോധം വിട്ടൊരു കളിക്കുന്നു. അതാണ് ലേബിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, പണ്ട് അതായത് ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് റീലുകൾ സജീവമാകുന്നതിന് മുമ്പ് പോസ്റ്ററുകളായിരുന്നല്ലോ പ്രധാന പ്രചാരണ ഉപാധി. അന്ന് ഈ ചിന്താവിഷ്ടയായ ശ്യാമള ഇറങ്ങുമ്പോൾ അതിൻ്റെ പോസ്റ്ററായി ഒരു വാചകമാണ് ശ്രീനിവാസൻ വെച്ചത്. ഈ സിനിമയുടെ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരുമായ ആരെങ്കിലുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് കേവലം യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണ് എന്നതായിരുന്നു ആ പോസ്റ്റർ. അങ്ങനെ താൻ പറഞ്ഞതും എഴുതിയതുമെല്ലാം യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണ് എന്ന് പറയാൻ മടിയില്ലാതിരുന്ന ഒരു മനുഷ്യൻ. അതായിരുന്നില്ലേ ഒരു കലാകാരന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി? താൻ പറയുന്നതെല്ലാം തൻ്റെ തന്നെ ബോധ്യങ്ങളാണ്, താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ അത് ഉയർത്തിപ്പിടിച്ച് ജീവിച്ച 69 വർഷങ്ങൾ. അങ്ങനെയായിരിക്കില്ലേ ശ്രീനിവാസന്റെ പ്രപഞ്ചം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക? ആ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാവുകയാണ് ലേബി. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാവുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഈ ഭൂമിയിൽ ശേഷിക്കുക. അവസാനം ഒന്നുകൂടി ഒന്ന് കാണാനായിട്ടാണ് ഈ കാണുന്നവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്നലെ മുതൽ നമ്മൾ ഈ അണമുറിയാത്ത പ്രവാഹം കാണുന്നുണ്ടല്ലോ കണ്ടനാട്ട് വീട്ടിലേക്ക്. അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ച ഈ 1.5 പതിറ്റാണ്ട് കാലവും അദ്ദേഹം ഇവിടുത്തുകാരനായി മാറിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ ഈ ചലച്ചിത്ര, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം തന്നെ അവർക്കിടയിലൂടെ ഇങ്ങ് ഒഴുകിയെത്തുകയാണ് സാധാരണക്കാർ. ഇന്നലെ കണ്ടു മടങ്ങിപ്പോയവരൊക്കെ വീണ്ടും എത്തുകയാണ്. അവർക്കൊക്കെ ഈ വീടിൻ്റെ വാതിൽ എന്നും തുറന്ന് കൊടുത്തിരുന്നു അദ്ദേഹം. ആർക്കും സിനിമാക്കാരൻ എന്നുള്ളൊരു വലിയ കൽമതിലൊന്നും ഇതിൽ ഇടയിലുണ്ടായിരുന്നില്ല ഈ നാടിനും ഈ നാട്ടുകാർ. ലേബിക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ കോടി പുതയ്ക്കുകയാണ്, മൃതദേഹം എടുക്കുകയാണ്, ശ്രീനിവാസന് വിട നൽകാൻ നാട് തയ്യാറെടുക്കുകയാണ്. വിഷമയമില്ലാത്ത ഭക്ഷണം. അങ്ങനെ ഗ്രാമീണ മേഖലയിൽ ഉദയംപേരൂരിൽ കണ്ടനാട് എന്ന പ്രദേശത്ത് അവിടെ ആയിരിക്കണം തൻ്റെ അന്ത്യവിശ്രമമെന്ന് തീരുമാനിച്ചുറപ്പിച്ചായിരിക്കണം 14 വർഷം മുൻപ് അവിടെ ശ്രീനിവാസൻ വീട് വെച്ച് ഒരു 40 സെന്റിൽ വീടും കൃഷിയുമൊക്കെയായി താമസിക്കാൻ തീരുമാനിച്ചത്. പുന്നച്ചാലിൽ പാടശേഖരത്തിനടുത്ത് അന്ത്യവിശ്രമത്തിന് തയ്യാറെടുക്കുകയാണ്. അന്ത്യപ്രാർത്ഥനകൾ നടക്കുകയാണ്. അങ്ങനെ താൻ ആഗ്രഹിച്ച രീതിയിൽ തരിശായി കിടന്ന പാടത്ത് അവിടെ നെൽകൃഷി, ജൈവകൃഷി പുനരാരംഭിച്ച് അതിൽ നാട്ടിൽ മുഴുവൻ അത് ചർച്ചയായി. പിന്നീട് കൃഷി വ്യാപിപ്പിച്ചു, പച്ചക്കറി കൃഷി തുടങ്ങി. അങ്ങനെ വിളവെടുപ്പ് ഉത്സവമൊക്കെ താരങ്ങളെയൊക്കെ എത്തിച്ച് വലിയ ആഘോഷമാക്കി. ഇത്തവണയും ധ്യാൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ഇഷ്ടപ്പെട്ട മണ്ണിൽ ആഗ്രഹിച്ച ഇടത്ത് അന്ത്യവിശ്രമത്തിനായി തയ്യാറാവുകയാണ് ശ്രീനിവാസൻ. കർമ്മങ്ങൾ നടക്കുകയാണ്. കണ്ടനാട്ടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.